വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 8ാമത്തെ ചാപ്റ്റർ നിങ്ങളെ ആകാശവിസ്മയങ്ങൾ, വാണ്ടേഴ്സ് ഓഫ് സ്കൈ കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് കണ്ടോ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ടെസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ പറഞ്ഞപ്പോൾ നോക്കിക്കേ. ഫസ്റ്റ് കണ്ടോ, ഇവിടെ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ ഒരു സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത. നമ്മുടെ ഹെഡിങ് നോക്കണേ, സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത. തിരുവനന്തപുരമാണ് സ്ഥലം പറഞ്ഞിരിക്കുന്നത് അല്ലേ. സൂര്യഗ്രഹണ കാഴ്ച കാണാൻ 100 കണക്കിന് ആളുകൾ കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സൂര്യഗ്രഹണം കാണാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതാണ് ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കി, ഈ സൂര്യഗ്രഹണം എന്ന ആകാശ വിസ്മയത്തെക്കുറിച്ചുള്ള വാർത്ത വായിച്ചില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നിരീക്ഷിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. എങ്ങനെയാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്? ചർച്ച ചെയ്യൂ. ഇത്തരം ആകാശ കാഴ്ചകളെക്കുറിച്ച് അറിയാൻ ആദ്യം നിഴലുകളെക്കുറിച്ച് ചില വസ്തുതകൾ മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് പേജിലെ നോക്കണേ നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കണേ. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെ? നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. ഹൗ യു എവർ സീ എ സോളാർ എക്ലിപ്സ്? സൂര്യഗ്രഹണത്തിൻ്റെ ഇംഗ്ലീഷ് സോളാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണത്തിന് ലൂണാർ എക്ലിപ്സ്. ആദ്യമായിട്ട് കേൾക്കുന്നവരറിയണേ നിങ്ങളെ, സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും തിരിഞ്ഞു പോവല്ലേ. ഹാവ് യു എവർ സീൻ എ സോളാർ എക്ലിപ്സ് ഓർ ലൂണാർ എക്ലിപ്സ്? ഹൗ ഡസ് ആൻ എക്ലിപ്സ് ഒക്വയർ? എങ്ങനെയാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്? ദ പൊസിഷൻ ഓഫ് സൺ, എർത്ത് ആൻഡ് മൂൺ കോസസ് എക്ലിപ്സ്. The change of positions of Earth and Moon due to their motion in certain occasions causes eclipses. കണ്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാരത് എഴുതിയേക്കണേ എങ്ങനെയാണെന്ന്. അതായത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനമാണ് ഗ്രഹണത്തിന് കാരണം. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സ്ഥിരമായ ചലനം മൂലം അവയ്ക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം ചിലപ്പോഴൊക്കെ ഗ്രഹണത്തിന് കാരണമാകുന്നു എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ, സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ പോകുന്നത്. എന്താ ഈ ഗ്രഹങ്ങൾ? എത്ര ഗ്രഹങ്ങളുണ്ട്? 9 ഗ്രഹങ്ങളായിരുന്നു, ഇപ്പം നമുക്ക് 8 ഗ്രഹങ്ങളേ ഉള്ളൂ കേട്ടോ. അതൊക്കെ അറിയണേ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ കേട്ടോ. അതായത് കറക്റ്റായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കണം ഓർഡറിൽ തന്നെ. 3ാമത്തതാണ് നമ്മുടെ ഭൂമി. അപ്പം നമ്മൾ ചോദിച്ചിരുന്ന ഇവിടെ ചോദ്യം എന്താണ്? ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെയാ? സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനമാണ് ഈ ഗ്രഹണത്തിന് കാരണം. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സ്ഥിരമായ ചലനം മൂലം അവയ്ക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം ചിലപ്പോഴൊക്കെ ഈ ഗ്രഹണത്തിന് കാരണമാകുന്നു. നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അടുത്ത എന്താവും നിങ്ങളെ, നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൗ ഷാഡോ ഈസ് ഫോംഡ്? പ്രകാശത്തിന്റെ പാതയിൽ അതാര്യ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ അതാര്യ വസ്തുവിൽ എന്തുണ്ടാകുന്നു? നിഴൽ ഉണ്ടാകുന്നു. എന്താണ് ഈ അതാര്യ വസ്തു, സുതാര്യ വസ്തു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒപ്പാക്ക് ഒബ്ജക്റ്റ് അതാര്യ വസ്തു, ട്രാൻസ്പെയറൻ്റ് ആണ് സുതാര്യ വസ്തു കേട്ടോ. അതാര്യവും സുതാര്യവും എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത, അപ്പുറത്തുള്ളതിനെ നമുക്ക് ഇപ്പുറം കാണാൻ പറ്റാത്തതാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് കേട്ടോ. അത് ഓർത്തോണേ നിങ്ങളെ. പ്രകാശത്തിൻ്റെ പാതയിൽ അതാര്യ വസ്തു എന്ന് വെച്ചാൽ എന്താ? കാണാൻ പറ്റാത്തത് അല്ലേ. അത് സ്ഥിതി ചെയ്യുമ്പോൾ അതാര്യ വസ്തുവിൻ്റെ നിഴൽ, ഇപ്പം നമ്മൾ നിൽക്കുക അല്ലേ, നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം? പ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ ഫ്രണ്ടിൽ ലൈറ്റ്, ഒരാൾ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ നിഴൽ നമ്മുടെ പിറകിലായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റാത്തതിനെ എന്ത് പറയുന്നത്? ഒപ്പാക്ക്, അതാര്യ വസ്തു എന്ന് പറയുന്നത്. അത് തിരിഞ്ഞു പോകല്ലേ. പ്രകാശത്തിൻ്റെ പാതയിൽ അതാര്യ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ അതാര്യ വസ്തുവിൻ്റെ നിഴൽ ഉണ്ടാകുന്നു. വെൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് കമ്മിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഷാഡോസ് ആർ ഫോംഡ്. ഓക്കെ ആണോ? അതായത് നിഴൽ എന്ന് നമ്മുടെ ഇപ്പുറത്തെ പേജിൽ കിടപ്പുണ്ട്. നിങ്ങൾ സ്വന്തം നിഴൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് കേട്ടോ? നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത്
പുസ്തകത്തിലെ ചിത്രം നോക്കൂ എന്നാണ്. പുസ്തകത്തിലെ ചിത്രം നോക്കൂ. കണ്ടേ, ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ ചിത്രത്തിൽ മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത്? എന്താ നിങ്ങളെ, മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻസ് വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്? എന്ന് വെച്ചാൽ എന്താ, നമുക്ക് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്താണ്. നമ്മൾ എവിടെ താമസിച്ചാലും കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് നമുക്കറിയാം. എന്താ നിങ്ങളെ, കിഴക്ക് ഭാഗത്ത് വെസ്റ്റേൺ അല്ലെ, കിഴക്ക് ഭാഗത്താണ് എന്താ, ഈസ്റ്റ് അല്ലെ, ഈ കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് അറിയാം. അപ്പം അതിൻ്റെ നേരെ നമ്മളിപ്പോൾ നിൽക്കുമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ, രാവിലെ നിഴലുണ്ടാകുന്നത്. ആണല്ലോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? സൂര്യൻ രാവിലെ ഉദിക്കുന്നത് ഏതാ, കിഴക്ക് ഭാഗത്താണ്. അപ്പം നിഴൽ ഏത് ഭാഗത്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും കാണുന്നത്? വൈകുന്നേരം എവിടെ? സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് പോകും അല്ലേ, അസ്തമിക്കാൻ പടിഞ്ഞാറ് പോകും. അപ്പം നിഴൽ ഏതായിരിക്കും? കിഴക്ക് ഭാഗത്തോട്ട്. എന്താ, നേരെ ഓപ്പോസിറ്റ് അല്ലേ എപ്പോഴും നിഴൽ വരുന്നത്, അത് ഓർത്താൽ മതി കേട്ടോ. വൈകുന്നേരം സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് പോകും അല്ലേ, അപ്പം നിഴൽ എവിടെ ആയിരിക്കും? കിഴക്ക് ഭാഗത്തായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, ഇനി ആ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ അതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ ആണോ നിങ്ങളെ? മരത്തിന്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും കാണുന്നത്? കിഴക്ക്. ഇൻ വിച്ച് ഡയറക്ഷൻസ് വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ സീൻ ഇൻ ദ ഈവനിങ്? നമുക്ക് പിക്ചർ പടം കൊടുത്തേക്കുന്നുണ്ടോ? ഇത് കണ്ടാൽ ഇത് എന്തുവാന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഈ മരത്തിന്റെ നിഴൽ വൈകുന്നേരം, ഈ മരത്തിന്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും? വൈകുന്നേരം ഏതായിരിക്കും? കിഴക്ക് ഭാഗത്തായിരിക്കും. അതായത് എന്താ, പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ വരുമ്പോൾ കിഴക്ക് ഭാഗത്തായിരിക്കും നിഴൽ വരുന്നത്. നിഴലിന് ഉച്ചയ്ക്ക് എന്ത് മാറ്റമാണ്? ഇനി ഈ രാവിലെയും വൈകിട്ടും നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡിലാണ് നിഴൽ വരുന്നത്. ഉച്ചയ്ക്കോ നിങ്ങളെ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. നിഴലിന് ഉച്ചയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? വാട്ട് ചേഞ്ച് ക്യാൻ യു സീ അറ്റ് ന്യൂണ്? ഇൻ അറ്റ് ന്യൂണ് ഉച്ചയ്ക്ക് നിഴലിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ എന്താ, ഉച്ചയാകുമ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരും അല്ലേ. അപ്പം എന്താ, നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുന്നു, നിഴൽ ഉണ്ടാകുന്നുള്ളൂ. നിഴലിന്റെ വലിപ്പം അങ്ങ് കുറയും. അറ്റ് നൂൺ ദ സൈസ് ഓഫ് ദ ഷാഡോ ഡിക്രീസ് ആവുന്നു എന്ന് വെച്ചാൽ കുറയുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ പറയുന്നത്? രാവിലെ ആണെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ നമ്മുടെ നിഴൽ പടിഞ്ഞാറ്, നമ്മളെന്നല്ല എന്താ, അതാര്യമായിട്ടുള്ള ഏതൊരു വസ്തുവിൻ്റെയും നിഴൽ എവിടെ വരും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് കിഴക്കാണ് സൂര്യൻ രാവിലെ ഉദിക്കുന്നതുകൊണ്ട് പടിഞ്ഞാറായിരിക്കും. വൈകിട്ട് എന്താണ്, സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് പോകുന്നതുകൊണ്ട് നിഴൽ കിഴക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചാൽ ഉച്ചയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഉച്ചയ്ക്ക് നിഴലിൻ്റെ വലിപ്പം അങ്ങ് കുറയുന്നു. എന്ന് വെച്ചാൽ എന്താ, നേരെ നമ്മുടെ തലയ്ക്ക് മുകളിലായിരിക്കും സൂര്യൻ ആ സമയം അല്ലേ. തലയ്ക്ക് മുകളിൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയായിരിക്കും. അത് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പൊ അതെന്താ, അപ്പം നമ്മുടെ നിഴലിന്റെ വലിപ്പം അങ്ങ് കുറയുന്നു. ഓക്കെ ആണോ? അടുത്ത നോക്കുന്നില്ല, ഓരോ സമയത്തും മരത്തിന്റെ നിഴലിന്റെ വലിപ്പത്തിനും ദിശയ്ക്കും ഉണ്ടാകുന്ന മാറ്റം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിഴൽ നോക്കി ചിത്രങ്ങൾ സൂര്യന്റെ സ്ഥാനം എവിടെയാണെന്ന് വരച്ചു ചേർക്കുക. ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണോ ഉണ്ടാകുന്നത്? ഒരു ലഘു പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അതായത് ഒരു വള ചിത്രം 1 കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് അതിന് നേരെ ടോർച്ച് പ്രകാശിപ്പിക്കൂ. ഭിത്തിയിൽ പതിക്കുന്ന നിഴലിന്റെ ആകൃതി നിരീക്ഷിക്കൂ. ചിത്രം 2ലും 3ലും കാണുന്ന രീതിയിൽ വള പിടിച്ച് ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കൂ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണ്ടായത്. ഇനി എനിക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല നിങ്ങളെ. ചെയ്ത് നോക്കുക എന്നുള്ളത് ഇതിനകത്തിൽ കണ്ടോ, ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. 3 സന്ദർഭങ്ങളിലും ഭിത്തിയിൽ പതിക്കുന്ന നിഴലുടെ ആകൃതി ഒരുപോലെയാണോ? ആയിരിക്കുമോ? അല്ല, കാരണം 3 രീതിയിലാണ് അത് പിടിച്ചിരിക്കുന്നത് അല്ലേ. കണ്ടോ, 3 രീതിയിലാണ് ആ വള പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപോലെയാണോ? അല്ല. ഇതുപോലെ ശാസ്ത്രകിറ്റിൽ നിന്ന് താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കൂ. നോക്കിയേ, കുറേ ഉപകരണങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. പേന, ക്രിക്കറ്റ് ബോള്, ചില്ല്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോള്. ഓരോ വസ്തുവും ചുമരിന് നേരെ പല രീതിയിൽ പിടിച്ചിട്ട് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കൂ. എന്നിട്ട് നിങ്ങൾ പരീക്ഷണം എഴുതൂ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് അത് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പേ നമുക്ക് ഷാഡോ ആൻഡ് ലൈറ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ എളുപ്പം എഴുതാവും. നിങ്ങളെ എന്താ ഷാഡോ ആൻഡ് ലൈറ്റ്? എന്താ, നിഴലും പ്രകാശവും. എന്താ നിങ്ങളെ, നിഴലും ഷാഡോ എന്ന് വെച്ചാൽ നിഴലാണ്, ലൈറ്റ് എന്ന് വെച്ചാൽ പ്രകാശമാണ്. എന്താ, ആൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫോംസ് ഷാഡോ. ഒപ്പാക്ക് ഒബ്ജക്റ്റിന്റെ മലയാളം അറിയണേ, അതാര്യ വസ്തു എന്ന് വെച്ചാൽ എന്താ, അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റാത്തതാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് അറിയണം കേട്ടോ. ഓൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫോംസ് ഷാഡോ. എല്ലാ അതാര്യ വസ്തുക്കൾക്കും എന്തുണ്ട്? നിഴലുണ്ട്. ഷാഡോസ് ഫോം ഇൻ ദ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സസ് ഓഫ് ലൈറ്റ്. നമ്മുടെ പ്രകാശ സ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും അല്ലേ. പ്രകാശം ഏത് ദിശയിലാണോ അടിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ, നമ്മുടെ ഷാഡോ കാണുന്നത്.
കാണുന്നത് അല്ലേ. ഷാഡോ ഫോം ഇൻ ദ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സസ് ഓഫ് ലൈറ്റ്. നമുക്കറിയാം അല്ലെ. ഒള്ളി സ്പെരിക്കൽ ഒബ്ജക്റ്റ് ആൾവേസ് ഫോം സർക്കുലാർ ഷാഡോ. ഈ ഒരു വരി ഓർത്ത് വെക്കണേ നിങ്ങൾ. എന്താണ് ഒള്ളി സ്പെരിക്കൽ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? സ്പെരിക്കൽ ഗോളാകൃതിയിലുള്ള, അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഒരു ഇത് എന്താ എക്സ്പെരിമെൻ്റ് തന്നല്ലോ, അതായത് ഇനി പറയാൻ പോകുന്നത് അതിനകത്ത് ഇങ്ങനെ ഉണ്ട്. അതായത് ഒള്ളി സ്പെരിക്കൽ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാകത്തുള്ളൂ. സർക്കുലാർ ഷാഡോ കേട്ടോ. ദ ഒള്ളി സ്പെരിക്കൽ ഒബ്ജക്റ്റ് ആൾവേസ് ഫോം സർക്കുലാർ ഷാഡോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? സ്പെരിക്കൽ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗോളാകൃതി. നമ്മുടെ ബോളുകൾ കേട്ടോ, ബോൾ ഓർത്തോണേ നിങ്ങളെ. ഇനിയിപ്പോൾ ക്രിക്കറ്റ് ബോള്, ഫുട്ബോള്, അത് തന്നെയല്ലേ ക്രിക്കറ്റ് ബോള്, ഫുട്ബോൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഷാഡോ എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും? സർക്കുലാർ ഷാഡോ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അതിൻ്റെ മലയാളംകാർ എഴുതണ്ടാവും നിങ്ങൾ എഴുതുന്നത്. നിഴലും പ്രകാശവും. എല്ലാ ആധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. പ്രകാശത്തിൻ്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും എന്താ വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ രീതി വെച്ച് ദാണ്ട വസ്തുക്കൾ, നിഴലിൻ്റെ രൂപം കണ്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും കൂടെ ഉപയോഗപ്രദമായ രീതിയിൽ ദാണ്ട ഞാൻ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? വസ്തു എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ്. ഇംഗ്ലീഷ് മീഡിയക്കാരതിനകത്ത് ഒബ്ജക്റ്റ് ആണ്. ഷേപ്പ് ഓഫ് ദ ഷാഡോ എന്ന് വെച്ചാൽ നിഴലിൻ്റെ രൂപം. നോക്കിക്കേ, പെന്ന് അല്ലേ, പേനയ്ക്ക് നമ്മൾ എന്താ ഷാഡോ എന്താ പ്രകാശം പതിക്കുമ്പോൾ, പ്രകാശം കൊടുക്കുമ്പോൾ അല്ലേ നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നതല്ലേ നമ്മുടെ ചോദ്യം. ടെസ്റ്റിലുണ്ടേ ചോദ്യം. ടെസ്റ്റിലെ ആ ബോക്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പേനയ്ക്ക് രൂപം മാറുന്നുണ്ട്, ദ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. ഫുട്ബോൾ മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ, ഫുട്ബോൾ എന്ന് വെച്ചാൽ ഉരുണ്ടിരിക്കുന്നതാണ്. ഉരുണ്ടിരിക്കുന്നതിന് രൂപം മാറുന്നില്ല, ഫുട്ബോളിന് രൂപം മാറുന്നില്ല. ചില്ലെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഗ്ലാസ് അല്ലേ, പീസ് ഓഫ് ഗ്ലാസ്. അതിന് നിഴൽ ഉണ്ടാകത്തില്ല. ഗ്ലാസ്സിന് ഇവിടെ നിഴലുണ്ടാകുന്നത് അല്ലേ, അത് പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? അപ്പുറത്തോട്ട് അതങ്ങ് കടത്തി വിടുന്നു അല്ലേ. പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടല്ലോ, അതിന് രൂപം മാറുന്നുണ്ട് അല്ലേ. നമ്മൾ എന്താ ടോർച്ചിന്റെ പ്രകാശം അടിച്ചു കൊടുക്കുന്നതിന്റെ അനുസരിച്ച് അത് രൂപം മാറുന്നുണ്ട്. സ്റ്റീൽ ഗ്ലാസ്, അതിനും രൂപം മാറുന്നുണ്ട്. സ്റ്റീലാണ് അല്ലേ, സ്റ്റീൽ ഗ്ലാസ്സിനും രൂപം മാറുന്നുണ്ട്. ക്രിക്കറ്റ് ബോൾ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ക്രിക്കറ്റ് ബോളിന് രൂപം മാറുന്നില്ല. അപ്പോൾ എന്താണ്? ഫുട്ബോള്, ക്രിക്കറ്റ് ബോള് ഇങ്ങനെയൊക്കെയുള്ളത് ഉരുണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കും. ഗോളാകൃതിയിലുള്ളതിനെ ഒന്നും എന്താ നിങ്ങളെ, അതിനെയൊന്നും ഷേപ്പ് മാറുന്നില്ല. അല്ലാത്തതിനൊക്കെ എന്താ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പിന്നെ ഒന്നും സംഭവിക്കാത്ത എന്താ? നിഴലൊന്നും ഉണ്ടാകാത്തത് ഗ്ലാസ്സിനാണ് കേട്ടോ. അതിനെക്കുറിച്ച് ചോദ്യം താപ്പോട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ എഴുതിയത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? നിഴൽ രൂപപ്പെടുന്നതിന് പ്രകാശ സ്രോതസ്സിന്റെ ഏത് വശങ്ങളിലാണ്? നിഴൽ എപ്പോഴും പ്രകാശത്തിന്റെ എതിർവശത്താണ് കേട്ടോ. അതൊക്കെ ഓർത്തോണ്ടേ. എപ്പോഴും ഒരേ ആകൃതിയിൽ നിഴൽ രൂപപ്പെടുന്നത് ഏത് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ്? നിഴൽ ഒരുപോലെ കാണപ്പെടുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതാ? നിഴൽ ഒരുപോലെ കാണപ്പെടുന്നത് ബോൾ ഉരുണ്ടതിനാ അല്ലേ, ഉരുണ്ട വസ്തു, സ്പെരിക്കൽ വസ്തുവിനാണ്, എന്താ ഗോളാകൃതിയിലുള്ളതാണ് കേട്ടോ. അതൊക്കെ ഓർത്തോണേ, അതൊക്കെ ഓരോ മാർക്കിന് ചോദിക്കുന്നതാണ്. ഓക്കെ ആണോ? അടുത്തത് ആകാശഗോളങ്ങളുടെ നിഴൽ. നോക്കിക്കേ, ആകാശഗോളങ്ങളുടെ നിഴൽ. ഓക്കെ, അതിനെ എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഷാഡോ ഓഫ് ദ സെലസ്റ്റിയൽ സ്പിയർ. ഷാഡോ ഓഫ് ദി സെലസ്റ്റിയൽ സ്പിയേഴ്സ്. ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണല്ലോ. ഇവയ്ക്ക് നിഴൽ ഉണ്ടാകുമോ? ഭൂമിയും ചന്ദ്രനും അതുപോലെയുള്ള ആകാശഗോളങ്ങളും അതാര്യ ആണല്ലോ. ഭൂമിയൊക്കെ അതാര്യ വസ്തുവാണ് അല്ലെ, ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ എന്താ നിഴൽ, ഇതിനൊക്കെ നിഴൽ ഉണ്ടാകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടാകുമോ നിങ്ങളെ? അതൊരു ചോദ്യമാണല്ലേ. എന്താ? ദ എർത്ത്, ദ മൂൺ ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഡു ദേ ഫോം ഷാഡോസ് ആണോ നിങ്ങളെ? യെസ് ഉണ്ട്. അതിനൊക്കെ എന്താ? ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണല്ലോ. ഇവയ്ക്ക് നിഴൽ ഉണ്ടാകുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഉണ്ടാകും. ഇംഗ്ലീഷുകാർ അത് എടുക്കണേ, മലയാളംകാർ അത് എഴുതണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കുഞ്ഞുങ്ങളെ, പ്രകാശ സ്രോതസ്സായ സൂര്യൻ വളരെ വലുതാണെന്നും ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നും നാം പഠിച്ചിട്ടുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? പ്രകാശ സ്രോതസ്സായ സൂര്യൻ വളരെ വലുതാണ്. ദാണ്ട പടത്തിൽ തന്നെ കൊടുത്തേക്കുന്നുണ്ടോ? വളരെ വലുതാണ്. ഭൂമിയോ സൂര്യനെ അപേക്ഷിച്ച് ദാണ്ട ചെറുതാണ് കേട്ടോ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നതിൻ്റെ രേഖാചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നതിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമി സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാൽ മറുഭാഗത്ത് നിഴൽ ഉണ്ടാകുമല്ലോ. ആണല്ലോ, ഇവിടെ വന്ന് അടിച്ച് നിൽക്കുകയല്ലേ നമ്മുടെ സൂര്യപ്രകാശം. ഇപ്പുറത്തെ വശത്തോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ അവിടെ എന്താ നിങ്ങളെ? നിഴൽ ഉണ്ടാകുമല്ലോ.
ഉണ്ടാകുമല്ലോ. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം ചിത്രം എ എന്ന് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നിരീക്ഷിക്കുക. അതാണ്ടേ കണ്ടോ, ഇതിൻ്റെ നിഴലാണ് കേട്ടോ. ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകൾ എന്തെല്ലാം എന്ന് എഴുതുക. എന്താ നിങ്ങളെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി നോക്കൂ. ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതിയാണ് ചോദിച്ചിരിക്കുന്നത് കണ്ടോ. നിഴലിൻ്റെ ആകൃതി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? കോൺ ഐസ്ക്രീം കപ്പ് പോലെ തോന്നുന്നുണ്ട്. കോൺ ഐസ്ക്രീം കപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകൾ എന്തെല്ലാം? ഇതെല്ലാം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ തരുന്നത്. നോക്കൂ നിങ്ങളെ, ഭൂമിയുടെ നിഴലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് നോക്കണേ. ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു. ബീയിങ് ആൻ ഒപാക് ഒബ്ജക്റ്റ് ദ എർത്ത് ഫോം ഇറ്റ്സ് ഷാഡോ. ഇംഗ്ലീഷുകാർ അവരുടെ എഴുതണം, മലയാളംകാർ മലയാളം എഴുതണേ. സൂര്യനെ എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ആൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ടു ദ സണ്ണ്. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ ആൻസർ കിടപ്പുണ്ടോ? നിങ്ങൾ അത് എഴുതിയിരിക്കണേ. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ആൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ടു ദ സണ്ണ്. സൂര്യന് എതിർദിശയായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകും. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷസ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ് ആസ് ഇറ്റ് മൂവ് എവേ. ഓക്കെ ആണോ? അതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കും അല്ലേ? ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ? നിങ്ങളുടെ ഊഹം എഴുതാനാ. ടീച്ചറുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. എല്ലാ ആകാശഗോളങ്ങളുടെയും വലിപ്പം ഒരുപോലെയാണോ നിങ്ങളെ? ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലേ. ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി എങ്ങനെയാണ് മനസ്സിലാവും? ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കും. ഭൂമിയുടെ നിഴലല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം എന്തായിരിക്കും അവിടെ? രാത്രിയുടെ ചോദ്യമുണ്ട്. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ? എന്തുമായിരിക്കും? നിഴലല്ലേ. അപ്പം എന്താ? രാത്രി ആയിരിക്കും കേട്ടോ. ഓക്കെ ആണോ? ആർ ദ ഷേപ്പ് ഓഫ് ഓൾ സെലസ്റ്റിയൽ ബോഡീസ് ഓഫ് ദ സെയിം സൈസ് വൈ? അത് അടുത്ത ചോദ്യമാണല്ലേ. ആർ ദ ഷേപ്പ് ഓഫ് ഓൾ സെലസ്റ്റിയൽ ബോഡീസ്, എല്ലാ ആകാശഗോളങ്ങളുടെയും നിഴലിൻ്റെ വലിപ്പം ഒരുപോലെയാണോ? എല്ലാ ആകാശഗോളങ്ങളുടെയും വലിപ്പം ഒരുപോലെയാണോ? ആണോ കുഞ്ഞുങ്ങളെ? അല്ല. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ദ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ആർ ദ ഡിഫറൻറ്റ്. ദ സൈസ് ഓഫ് ദ ഷാഡോ വേരീസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ്. അതിൻ്റെ എല്ലാം വലിപ്പം വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഓർത്തോണേ, എല്ലാ സെലസ്റ്റിയൽ ബോഡി എന്ന് വെച്ചാൽ ആകാശഗോളങ്ങൾ. അതിൻ്റെ എല്ലാം നിഴല് ഒരുപോലെയാണോ? അല്ല. ആകാശഗോളങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നിഴലിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത നോക്കിയേ, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ. ഇവിടെ ഒരു പടം കൊടുക്കണ്ടോ? ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഗോളമാണെന്ന് നമുക്കറിയാം. ചന്ദ്രൻ ഭൂമിയെ, കേട്ടോണേ, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഗോളമാണെന്ന് നമുക്കറിയാം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ നോക്കിക്കേ. ഇവിടെ ചന്ദ്രനാണ് ഇടയ്ക്ക് നിൽക്കുന്നത്, സൂര്യൻ ഇവിടെ, ഭൂമി ഇവിടെ. അപ്പം നിഴൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇങ്ങനെ നോക്കൂ. നമുക്ക് നമ്മളോട് ചോദിച്ചാൽ എന്താ? ഭൂമിയുടെ നിഴൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം എപ്പോഴും എന്താ? ഇത് ഓക്കെ, ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ വരണം. ഇതുണ്ടോ? സൂര്യൻ പ്രകാശം ഇവിടെ അല്ലേ കുഞ്ഞുങ്ങളെ? പ്രകാശം ഇവിടെയാണല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാണ്, അന്നേരമാണ് നിഴൽ വരുന്നത് കേട്ടോ. സൂര്യൻ ഇവിടെ ആയതുകൊണ്ട്, സൂര്യൻ ഇവിടെ, അപ്പോൾ പ്രകാശം അവിടെ നിന്നല്ലേ കേട്ടോ. ചർച്ച ചെയ്ത് നിങ്ങളുടെ ഉത്തരം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തു എന്നാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രന്റെ പരിക്രമണ പാതയുമാണ് ഉള്ളത്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് BCD എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, BCD ഭൂമിയാണ് ഇത് കേട്ടോ. ഉണ്ട് നിഴൽ കൊടുത്ത നിഴലിൻ്റെ കേട്ടോ, നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ നിഴലിൽ എപ്പോഴാണ് പറ്റുന്നത്? എപ്പോഴായിരിക്കും കുഞ്ഞുങ്ങളെ? ബിയിലാണ് കേട്ടോ. ബി, ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളാണ്. ബി. ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രന് പൂർണ്ണമായും ഭൂമിയുടെ നിഴൽ വരുന്നത്? സി ആണ്. നിങ്ങളൊക്കെ അടയാളപ്പെടുത്താനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രഭൂമിയുടെ നിഴലിൽ നിന്നും പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാ? ഡി ആണ് കേട്ടോ. ഡി.
കേട്ടോ. അതൊക്കെ അതുപോലെ എഴുതണേ. മുകളിലെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഈ പറഞ്ഞതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രന്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഈ ദിവസം ഭൂമിയിൽ നിന്നും ചന്ദ്രനെ കാണാൻ സാധിക്കും. ഭൂമിയിൽ നിന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ സി എന്ന സ്ഥാനത്തെത്തുമ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. ക്വസ്റ്റിനും ആൻസറും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, എന്താണ് ഈ ചന്ദ്രഗ്രഹണം? ലൂണാർ എക്ലിപ്സ് എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹര പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത്. ഇനി വരുന്ന ചന്ദ്രഗ്രഹണം നിങ്ങളെല്ലാവരും മറക്കാതെ നിരീക്ഷിക്കുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നിങ്ങളെ ചന്ദ്രഗ്രഹണം? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ അല്ലേ? ഇതാണ് ചന്ദ്രഗ്രഹണം. അതായത് ലൂണാർ എക്ലിപ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിനോമിന വെച്ചാൽ പ്രതിഭാസം, വിസിബിൾ ഇൻ ദ സ്കൈ. ആകാശത്ത് കാണപ്പെടുന്ന മനോഹരമായ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഡ്യൂറിങ് എ ടോട്ടൽ എക്ലിപ്സ് the moon appears dim in orangish red color. നമ്മളോട് പറഞ്ഞല്ലേ, ഏതാ? ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് ആ സമയത്ത് കാണപ്പെടുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് സെക്കൻഡ് പാർട്ട് ഇടാം കേട്ടോ. നിങ്ങളെ കമൻറ്റ് കണ്ടിട്ട് വേണോ വേണ്ടായോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇടാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ കണ്ട് ക്ലോസ് ചെയ്തിരിക്കുക നിങ്ങളെ. 12 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണേ. മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നിങ്ങളെ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.